മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമുക്കൊരു വചനം കേൾക്കാം. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നില്ലയോ? 1 തെസ്സലോനിക്കർ 5 അധ്യായം വാക്യം 2. ഇവിടെ നമ്മളോട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. എന്താണ്? കർത്താവിൻ്റെ രണ്ടാം മടങ്ങി വരവിനെക്കുറിച്ച് നമ്മൾ നന്നായി അറിയുന്നില്ലയോ എന്ന് പറയുന്നുണ്ട്. കള്ളൻ രാത്രിയിൽ വരും പോലെയാണ് കർത്താവിൻ്റെ രണ്ടാം മടങ്ങി വരവ്. എപ്പോൾ വരും എന്ന് ആരും അറിയില്ല. പെട്ടെന്നൊരു ദിവസം വരും. കള്ളൻ വരുന്നത് പെട്ടെന്നാണ് വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സന്ദർഭങ്ങളിൽ വരും. അതുപോലെ പെട്ടെന്ന് സംഭവിക്കും എന്ന് വരും. അത് നന്നായി അറിയുന്നില്ലയോ എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മളോട് കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് നമ്മളോട് ചില കാര്യങ്ങൾ കൂടി ഈ വചനങ്ങൾ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്. മർക്കോസ് 13:34-35 വാക്യങ്ങളിൽ നമ്മളോട് പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ വീട് വിട്ട് പരദേശത്ത് പോകുമ്പോൾ ദാസന്മാർക്ക് അധികാരവും അവനവന് അതാത് വേലയും കൊടുത്ത് വാതിൽ കാവൽക്കാരനോട് ഉണർന്നിരിപ്പിൻ കൽപ്പിച്ച പോലെ തന്നെ യജമാനൻ സന്ധ്യയ്ക്കോ രാത്രിക്കോ കോഴി കൂവുന്ന നേരത്തോ രാവിലെ എപ്പോൾ വരുമെന്ന് അറിയായകൊണ്ട്. ഇവിടെ നമ്മളോട് പറയുന്നുണ്ട്, കർത്താവ് സ്വർഗത്തിലേക്ക് പോയി, യേശു തമ്പുരാൻ. അപ്പോൾ നമുക്ക് അധികാരമെല്ലാം തന്നിട്ട് ദാസന്മാരായ നമ്മൾ നോക്കി നിൽക്കണം. എപ്പോഴാണ് കർത്താവിൻ്റെ രണ്ടാം മടങ്ങി വരവിനെക്കുറിച്ച്, അതായത് ഇവിടെ പറയുന്ന പോലെ യജമാനൻ വീട് വിട്ടു പോകുമ്പോൾ ദാസന്മാർക്ക് അധികാരമെല്ലാം കൊടുത്തു യജമാനൻ വന്നവരെ നോക്കേണ്ട ഒരു ബാധ്യത ദാസനുണ്ട്. അതുപോലെ തന്നെയാണ് നാം കർത്താവിൻ്റെ ദാസന്മാരാണ്. അപ്പോൾ നാം ദൈവം എപ്പോൾ വരുന്നു എന്ന് നാം നോക്കി നിൽക്കേണ്ട, ഇതേപോലെ നോക്കി നിൽക്കണം എന്ന് ഈ വചനം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ആമേൻ.